നമുക്കൊരു യാത്ര പോകാം അങ്ങ് ത്രിപുരയിലേക്ക്. അവിടെ തടാകത്തിന് നടുവിൽ അതിഗംഭീരമായ ഒരു കൊട്ടാരമുണ്ട്, നീർമഹൽ. നമ്മൾ മലയാളികൾക്ക് അധികം കേട്ടുപരിചയമില്ലാത്ത ഒരു വിനോദസഞ്ചാര കേന്ദ്രം. എന്നാൽ സുരേഷ് ഗോപി തൻ്റെ സോഷ്യൽ മീഡിയയിലൂടെ ഇതിൻ്റെ ദൃശ്യങ്ങൾ പങ്കുവച്ചതോടെ നീർമഹലിൻ്റെ വിശേഷങ്ങൾ തേടി ഇറങ്ങിയിരിക്കുകയാണ് മലയാളികൾ. വെള്ളത്തിന് നടുവിലെ അത്ഭുത കൊട്ടാരം, ആ വിശേഷണമാണ് നീർമഹലിന് ഏറ്റവും യോജിക്കുക. ത്രിപുരക്കാരുടെ താജ്മഹൽ എന്നറിയപ്പെടുന്ന നീർമഹൽ രുദ്രസാഗർ തടാകത്തിന്റെ നടുവിലാണ് സ്ഥിതി ചെയ്യുന്നത്. തലസ്ഥാനമായ അഗർത്തലയിൽ നിന്ന് 50 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കണം ഇവിടെ എത്താൻ. ഹിന്ദു ഇസ്ലാം വാസ്തുവിദ്യകളുടെ സമന്വയമാണ് നീർമഹൽ. കിഴക്കേ ഇന്ത്യയിലെ ഏക ജലക്കൊട്ടാരം. രാജസ്ഥാനിലെ ജൽമഹലാണ് ഇത്തരത്തിലുള്ള മറ്റൊന്ന്. ത്രിപുര രാജവംശത്തിലെ ബീർ ബിക്രം കിഷോർ മാണിക്യ ബഹാദൂർ എന്ന രാജാവിന്റെ വേനൽക്കാല വസതിയായിരുന്നു ഇത്. മാർട്ടിൻ ആൻഡ് ബേൺസ് എന്ന ഇംഗ്ലീഷ് കമ്പനി 8 വർഷം നീണ്ട പണികളിലൂടെ 1938 നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചത്. കരയിൽ നിന്ന് തോണിയിലൂടെ 3 കിലോമീറ്റർ സഞ്ചരിക്കണം കൊട്ടാരത്തിലെത്താൻ. നീർമഹലിനെ 2 ഭാഗങ്ങളായി വേർതിരിച്ചിരിക്കുന്നു. പടിഞ്ഞാറ് ഭാഗത്ത് രാജകുടുംബങ്ങൾക്ക് മാത്രമായുള്ള ആന്താർ മഹൽ, കിഴക്കുഭാഗത്ത് നാടകം, നൃത്തം തുടങ്ങിയ പരിപാടികൾ അവതരിപ്പിക്കാനുള്ള ഓപ്പൺ തിയേറ്റർ. 24 മുറികളാണ് കൊട്ടാരത്തിലുള്ളത്. നീർമഹൽ സ്ഥിതി ചെയ്യുന്ന രുദ്രസാഗർ തടാകത്തിനും ഒട്ടേറെ പ്രത്യേകതകളുണ്ട്. ദേശീയ പ്രാധാന്യമുള്ള ചതുപ്പിടങ്ങളിൽ ഒന്നാണ് രുദ്രസാഗർ തടാകം. 2.4 സ്ക്വയർ കിലോമീറ്റർ ഏരിയയിലാണ് ഈ തടാകം വ്യാപിച്ചു കിടക്കുന്നത്. ഒക്ടോബർ മുതൽ മാർച്ച് വരെ മഴ കുറവുള്ള സമയങ്ങളിലാണ് ഇവിടം സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം. നീർമഹലിൽ നടക്കുന്ന ഏറ്റവും പ്രസിദ്ധമായ ആഘോഷങ്ങളിൽ ഒന്നാണ് 3 ദിവസം നീണ്ടു നിൽക്കുന്ന നീർമഹൽ ജലമഹോത്സവം. വൈകിട്ട് തുടങ്ങി രാവേറെ നീണ്ടു നിൽക്കുന്ന സാംസ്കാരിക പരിപാടികളും ആഘോഷങ്ങളുമാണ് ഇതിൻ്റെ പ്രത്യേകത. രുദ്രസാഗർ തടാകത്തിലൂടെയുള്ള ബോട്ട് മത്സരമാണ് മറ്റൊരാകർഷണം. നീന്തൽ മത്സരങ്ങളും ഇതിന്റെ ഭാഗമായി നടത്താറുണ്ട്. ന്യൂസ് ഡെസ്ക്, അമൃത TV.